ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ 3 ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾസ് പരിചയപ്പെടാം. അതിൽ അവസാനത്തേത് ഏതാണെന്ന് കണ്ടാൽ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. ഇതിൽ മൂന്നാമത് റോസൻബോർ പാന്തർ. 1400-ലധികം ഹോഴ്സ് പവർ ശേഷിയുള്ള ഈ വാഹനം ഏകദേശം 135 km/h വേഗതയിൽ സഞ്ചരിക്കുന്നു. അതുപോലെ 19,000 ലിറ്റർ വരെ വെള്ളം വഹിക്കാൻ കഴിയുന്ന ഇതിന് വളരെ പെട്ടെന്ന് തീ അണയ്ക്കാൻ സഹായിക്കുന്ന മികച്ച പമ്പ് സംവിധാനവും ക്യാബിനിൽ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കാവുന്ന റോക്കോർ ബമ്പർ ടെററ്റുകളുമുണ്ട്. അതിശക്തമായ റൂഫ് ക്യാനൻ, ബമ്പർ ക്യാനൻ എന്നിവ ഉപയോഗിച്ച് വളരെ ദൂരത്തേക്ക് വരെ വെള്ളവും ഫോമും ചീറ്റാനും ഇതിന് കഴിയുന്നു. രണ്ടാമത് ഓഷ്കോഷ് P15. ഓഷ്കോഷ് കോർപ്പറേഷൻ നിർമ്മിച്ച ഈ വാഹനം വലിയ എയർപോർട്ടുകളിലും സിവിൽ എയർബേസുകളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഏകദേശം 6100 ഗാലൻ, അതായത് 23,000 ലിറ്ററിലധികം വെള്ളം വഹിക്കാൻ ശേഷിയുണ്ട്. 1977-ൽ ആദ്യമായി പുറത്തിറക്കിയ ഈ വാഹനം 8x8 ഡ്രൈവ് സംവിധാനമുള്ളതും 65 ടൺ വരെ ഭാരമുള്ളതുമാണ്. ഇതിൽ 2 വലിയ ടെററ്റുകളുണ്ട്. ഇതിലൂടെ അതിശക്തമായി വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യാൻ സാധിക്കുന്നു. വളരെ പെട്ടെന്ന് അപകട സ്ഥലത്ത് എത്തിച്ചേരാനും വൻതോതിൽ വെള്ളവും ഫോമും ഉപയോഗിച്ച് തീ അണയ്ക്കാനും ഈ വാഹനം സഹായിക്കുന്നു. ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇതിൽ ഒന്നാമത് ബിഗ് വിൻ. ഹംഗറിയിൽ നിർമ്മിച്ച ഈ വാഹനം 1991-ലെ ഗൾഫ് യുദ്ധത്തിന് ശേഷം കുവൈത്തിലെ എണ്ണക്കിണറുകളിൽ ഉണ്ടായ ഭീമൻ തീപിടുത്തങ്ങൾ അണയ്ക്കാനാണ് ആദ്യമായി ഉപയോഗിച്ചത്. സോവിയറ്റ് നിർമ്മിത T-34 ടാങ്കിന്റെ മുകളിൽ MiG-21 യുദ്ധവിമാനങ്ങളുടെ ജെറ്റ് എഞ്ചിനുകൾ ഘടിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചത്. സാധാരണ പമ്പ് സിസ്റ്റം ഉപയോഗിക്കാതെ ജെറ്റ് എഞ്ചിനുകളുടെ അതിശക്തമായ വായുപ്രവാഹം ഉപയോഗിച്ച് ഉയർന്ന മർദ്ദത്തിൽ വാട്ടർ മിസ്റ്റ് ചീറ്റിയാണ് തീ അണയ്ക്കുന്നത്. മിനിറ്റിൽ ഏകദേശം 8300 ലിറ്റർ വെള്ളം പുറന്തള്ളാൻ കഴിയുന്ന ഈ ഫയർ ടാങ്കിന് വളരെ വലിയ തീപിടുത്തങ്ങൾ പെട്ടെന്ന് അണയ്ക്കാൻ സാധിക്കുന്നു. ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? കമന്റ് ചെയ്യൂ.